ഇതെന്താലോചിച്ചിരിക്കുക? ഞാൻ എൻ്റെ പഴയ കാലവും എൻ്റെ കൊള്ളരുതായ്മകളെ കുറിച്ച് ഓർക്കുകയായിരുന്നു. അന്ന് ചെയ്തു കൂട്ടിയതിൻ്റെ ആവും എൻ്റെ മക്കളും നീയും അനുഭവിക്കുന്നത്. എല്ലാം നേരെയാവും. അമ്മേ, അച്ഛനെ കണ്ടോ? ആ, ദാ ഇവിടെ ഉണ്ട് മോളെ. എൻ്റെ മക്കൾ അനുഭവിക്കേണ്ട എത്ര സ്വത്തും പണമാ ഞാൻ ദൂർത്തടിച്ച് നശിപ്പിച്ച് കളഞ്ഞത്. ഇനി അതേപ്പറ്റിയൊക്കെ ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇണക്കുരീവൾ ഇവിടെ ശൃംഗരിച്ചിരിക്കുവാണോ? ഒന്ന് പോടി അവിടുന്ന്. അച്ഛ, വന്നാലുടനെ അച്ഛൻ പറയാന്ന് പറഞ്ഞല്ലോ. ആരെ കാണാനാ പോയെന്ന് പറഞ്ഞേ. അതറിയാനാ ഞാൻ തിരക്കി നടന്നത്. പറ, ആരാ ദിവ്യൻ? വാക്ക് തന്നാ പാലിക്ക്. ആരെ കാണാനാ പോയെന്ന് പറ. കാർത്തികേയനെ കാണാൻ. കാർത്തികേയനെ കാണാൻ പോയെന്നോ? ഈശ്വരാ. അതെ, ഞാൻ അവനെ ജയിലിൽ ചെന്ന് കണ്ടു. എന്തിനാ അങ്ങോട്ട് പോയത്? ആ ദുഷ്ടനെ എന്തിനാ ചെന്ന് കണ്ടത്? അണഞ്ഞു കിടക്കുന്നതിനെ വീണ്ടും തീ കൊടുത്ത നോക്കുകയാണോ? ചതിയാണല്ലോ കാണിച്ചത്. അയാളെ കാണാൻ അച്ഛൻ ഒരിക്കലും പോകരുതായിരുന്നു. ചേച്ചിയോട് തീർത്താൽ തീരാത്ത പകയുണ്ട് അയാൾക്ക്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അയാളെ ചെന്ന് കണ്ടത്. രാധികെ, നമ്മുടെ മോൾക്ക് വേണ്ടി ഞാൻ അയാളോട് ക്ഷമ ചോദിച്ചു. ദേഷ്യമൊന്നും മനസ്സിൽ സൂക്ഷിക്കരുതെന്നും എൻ്റെ ഭാര്യയും മക്കളെയും വെറുതെ വിടണമെന്നും അപേക്ഷിച്ചു. സത്യത്തിൽ കുറേ ദിവസമായിട്ട് മനസ്സിനൊരു സമാധാനമില്ലായിരുന്നു. നമ്മുടെ ദേവിക്കൊരു അപകടം വരാൻ പോകുന്നുവെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതാ തിരുമേനിയുടെ ആശ്രമത്തിൽ പോകുന്നത് ഞാനൊരു ശീലമാക്കിയത്. ദേവിക്കെതിരെ ഒരുപാട് ശത്രുക്കളുണ്ടാവുമെന്ന് ചില തോന്നലുകൾ മനസ്സിലുണ്ടായി. നന്ദന മോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ സന്തോഷിച്ചെങ്കിലും ഉള്ളിലിരുന്ന് ആരോ എന്നോട് പറയുന്നുണ്ടായിരുന്നു, മാധവ, നിന്റെ മോളുടെ ജീവിതം താറുമാറാകാൻ പോകുന്നുവെന്ന്. ഇങ്ങനെയൊന്നും പറയല്ലേ, എനിക്കിതൊന്ന് കേൾക്കാൻ വയ്യ. ഒന്നാമതേ ഇന്ന് ആദ്യ കയറി നിൽക്കുക. ആ തിരുമേനി പറഞ്ഞ പൂജകൾ കഴിയുമ്പോഴെങ്കിലും എന്റെ മോളുടെ കഷ്ടപ്പാടുകൾ മാറിയാ മതിയായിരുന്നു. മാറും. ബ്രഹ്മദത്തൻ തിരുമേനിക്ക് തെറ്റില്ല. എല്ലാം നല്ല രീതിയിൽ നടക്കും. എന്തൊക്കെ പൂജ ചെയ്താലും ആ പ്രഭാവതി അമ്മ ചേച്ചിക്ക് സമാധാനം കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് നല്ല ദൈവഭയമുള്ള സ്ത്രീയാ. ബ്രഹ്മദത്തൻ തിരുമേനിയുടെ ആശ്രമത്തിൽ പോകവേ അവരെ അവിടെ വെച്ച് കണ്ടു ഞാൻ. നന്ദന്റെ അമ്മ അവിടെ വെച്ച് കണ്ടുവന്നോ? കണ്ടു. ചെറിയൊരു തർക്കവും നടന്നു. എന്ത് തർക്കം നടന്നു? മനുഷ്യ മനസ്സറിയാത്തവർ നിസ്സാര കാര്യങ്ങൾക്ക് ഒച്ചപ്പാടുണ്ടാക്കും. അതുപോലെ ഞാൻ ഈ തർക്കത്തെ കാണുന്നുള്ളൂ. വില കൊടുക്കണ്ട. ഈശ്വര, എല്ലാം കൂടെ എനിക്കെന്തോ പേടി തോന്നുക. കാർത്തികേയനെ കണ്ടത് കുറേ ദിവസമായി. മാധവേട്ടന്റെ മനസ്സിലെ തോന്നലുകള്. എന്റെ ഈശ്വര, ആപത്തൊന്നും വരത്തില്ലേ? അച്ഛനാ കാർത്തികേയനോട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞോ? ഇല്ല മോളെ. ചതിയനാ. എങ്ങനെയാ നമ്മളെ കണ്ടുപിടിക്കും? നമ്മള് ജയിലിലാക്കേണ്ട പകയെ അയാൾക്കുണ്ട്. നമ്മൾ സൂക്ഷിക്കണം. എന്തായാലും അച്ഛൻ അയാളെ കാണാൻ പോകരുതായിരുന്നു.